Hi all. In the discuss companies auditors report order 2016 അല്ലെങ്കിൽ CARO 2016. So നമുക്ക് എന്താണ് CARO 2016 നോക്കാം. എന്താണ് റിപ്പോർട്ട് എന്ന് നോക്കാം. The order companies auditors report order is not intended to limit the duties and responsibilities of auditor but only requires a statement to be included in the audit report in respect of matters specified therein. Okay. So the requirement of the order are supplemental to the existing portion of section 143 of the act regarding section 143 of Companies Act regarding the auditors report. Okay, so namukku nokam Companies auditors report order 2016 is supplemental to section 143. Okay. So section 143 il namukku report vaayittu bendappettu endokkana discuss cheyidu nokam. Section 143 subsection നമ്മൾ already discuss ചെയ്താണ്. എന്താണത്? Enquire. Okay. Auditor should enquire certain matters. So auditor enquiry ചെയ്തിട്ട് അത് working properly അല്ലെങ്കിൽ adverse comment അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല റിപ്പോർട്ട് ചെയ്യത്തില്ല. എൻക്വയറി ചെയ്തിട്ട് adverse ആണ് ഓഡിറ്ററുടെ കമന്റ് എങ്കിൽ എന്ത് ചെയ്യും റിപ്പോർട്ട് ചെയ്യണം. Then section 143 subsection 2 reporting on books of accounts and financial statements. So books of accounts in financial statements true and fair view തരുന്നുണ്ടോ, true and fair view തരുന്നുണ്ടോന്നുള്ള reporting. Then section 143 subsection 3 reporting on certain matters. Okay, so that means ഇവിടെ 143 subsection only enquiry ചെയ്തിട്ട് adverse opinion ഉണ്ടെങ്കിൽ മാത്രം റിപ്പോർട്ട് ചെയ്യും. ഇവിടെ എന്താണ് 143 subsection 3 പ്രകാരം റിപ്പോർട്ട് ചെയ്യണം ഈ പറയുന്ന മാറ്റേഴ്സ്. 143 subsection 3 പറയുന്ന മാറ്റേഴ്സ് എന്താണ്? ഓഡിറ്റർ ഷുഡ് റിപ്പോർട്ട് ആസ് പെർ സെക്ഷൻ 143 of Companies Act 2013. Then section 143 subsection 4. So എന്താണ് reasons for qualified or adverse opinion. Okay, so that means നമ്മുടെ qualified opinion ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മോഡിഫൈഡ് ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ റീസണും സപ്പോർട്ട്. ഓക്കെ, സോ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ 143 സബ്സെക്ഷൻ. സോ നമുക്ക് ഇതാണ് പറയുന്നത് സപ്ലിമെന്ററി, അതായത് CARO 2016 ഉണ്ട് എന്ന് പറഞ്ഞ് ഈ പറയുന്ന റിപ്പോർട്ടിംഗ് ഒന്നും വേണ്ട എന്നല്ല പറയുന്നത്. ഈ പറയുന്ന ഇൻ അഡീഷൻ ടു അല്ലെങ്കിൽ സപ്ലിമെന്റൽ ടു സെക്ഷൻ 143 ആണ് എന്ത് CARO 2016. ഓക്കെ, സോ സെക്ഷൻ 143 സബ്സെക്ഷൻ 11 ശ്രദ്ധിക്കുക. So ഇതിനകത്താണ് നമ്മൾ പറയുന്നത് the central government may order for the inclusion of statement on specified matters in the auditor's report for specified class or description of companies according to CARO 2016 is issued by central government and should be complied with by the statutory auditor of the company. Okay, so that means the central government പറയുന്നത് central government may order. Okay, എന്താണ് certain matters അല്ലെങ്കിൽ certain class of companiesനെ എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യണം എന്ന് എന്ത് ചെയ്യാം. സോ അങ്ങനെയാണ് എന്തുകൊണ്ടിരുന്നത് ഓർഡർ കൺട്രോൾമെന്റ് ഓർഡർ ഇട്ടു CARO 2016 ആപ്ലിക്കബിൾ. ഓക്കെ, സോ ദാറ്റ് മീൻസ് എന്താണ് ഇൻ അഡീഷൻ ടു 143 സെൻട്രൽ ഗവൺമെന്റ് തോന്നുവാണ് ചില ഏരിയാസ് ചില കമ്പനീസിന് അല്ലെങ്കിൽ ചില ക്ലാസ് ഓഫ് കമ്പനീസിന് ചില സ്റ്റേറ്റ്മെന്റിൽ എന്താണ് അഡീഷണൽ ആയിട്ട് ഒരു റിപ്പോർട്ടിംഗ് ആവശ്യമാണ് അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്ത് റിപ്പോർട്ടിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും സെൻട്രൽ ഗവൺമെന്റ്. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ ചെയ്താണ് CARO 2016. സോ ഫിനാൻഷ്യൽ ഇയർ 2015-16 ആഫ്റ്റർവേർഡ്സ് അവിടെ നിന്ന് അങ്ങോട്ട് CARO 2016 ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ 2020 വരെയാണ്. സോ നെക്സ്റ്റ് മെയ് മുതൽ എന്താണ് CARO 2020 വന്നിട്ടുണ്ട്. ആപ്ലിക്കബിൾ ആകുന്നത് മെയ് 2021 മുതൽ CARO 2020 ആയിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്.
സോ ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് 143 ഉണ്ട് ഓർഡർ certain matters certain class of companies. സോ ഏത് അതായത് എല്ലാവർക്കും കാരോ 143 ഇൻ അഡീഷൻ ടു 143 റിപ്പോർട്ടിംഗ് ഇൻ അഡീഷൻ ആയിട്ട് എല്ലാ കമ്പനീസിനും കാരോ ആപ്ലിക്കബിൾ ആണ്. അത് എന്താണ് കാരോ 2016. Okay, so മൂന്ന് ഇതായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പാര 1, പാര 2, പാര 3, പാര 4. Okay, so പാര 1 ൽ പറയുന്നത് ആപ്ലിക്കബിലിറ്റി, പാര 2 ൽ പറയുന്നത് റിപ്പോർട്ടില്, പാര 3 ആൻഡ് പാര 4 എന്താണെന്നാണ് പറയുന്നത്. സോ പാര 3 ഏതൊക്കെ ഏരിയാസ് ആണ് പാര 3 വരുന്നത്? പർട്ടിക്കുലേഴ്സ്. സോ ഏതൊക്കെ മാറ്റേഴ്സ് ആണ് പാര 3 നമ്മൾ റിപ്പോർട്ടിൽ കവർ ചെയ്യുന്നത്? സർട്ടൻ മാറ്റേഴ്സ്. സോ സർട്ടൻ കമ്പനീസ് എന്നുള്ളത് പാര 1 ആപ്ലിക്കബിലിറ്റിയിൽ വരും. ദെൻ പാര 4. സോ അൺഫേവറബിൾ, or qualified opinion ആണ് വരുന്നെങ്കിൽ അതിന്റെ റീസൺ കൂടെ പറയണമെന്ന് പറയുന്നത് പാര 4. സോ കാരോ 2016 മൂന്ന് പാരയാണുള്ളത്. പാര 1 ആപ്ലിക്കബിലിറ്റി, ഏതൊക്കെ കമ്പനീസിനാണ് ആപ്ലിക്കബിൾ ആകുന്നുള്ളത്. പാര 2 റിപ്പോർട്ടിംഗ്, 3 4 എന്തൊക്കെയാണുള്ളത്? പർട്ടിക്കുലേഴ്സ് ആണ് 3 വരുന്നത്. പാര 3 സോ അൺഫേവറബിൾ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആണെങ്കിൽ അതിന്റെ റീസൺ സ്പെസിഫൈ ചെയ്യണം എന്ന് പറയുന്നത് പാരഗ്രാഫ് 4 ആണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ പാര 1 ആപ്ലിക്കബിലിറ്റി. ഓക്കെ, പാര 1 ആപ്ലിക്കബിലിറ്റി. സോ കാരോ 2016 is shall apply to every company, that means every company including foreign company. Okay, so that means കാരോ 2016 എന്താണ്? എല്ലാ കമ്പനിക്കും ആപ്ലിക്കബിൾ ആണ്, ഇൻക്ലൂഡിംഗ് ഫോറിൻ കമ്പനി എക്സെപ്റ്റ്. ഓക്കെ, സോ ഈ താഴെ പറയുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ കമ്പനീസിനും ആപ്ലിക്കബിൾ ആണ്. ഫസ്റ്റ് വൺ എന്താണ്? ബാങ്കിങ് കമ്പനി. ഓക്കെ, സോ ബാങ്കിങ് കമ്പനിക്ക് എന്താണ് കാരോ വേണ്ടാത്തത്? സോ അവർ വർക്ക് ചെയ്യുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ്. സോ അവർക്ക് സെപ്പറേറ്റ് ആക്ട് ആണ്, അതുകൊണ്ടാണ് ബാങ്കിങ് കമ്പനീസിന് വരാത്തത്. ദെൻ ഇൻഷുറൻസ് കമ്പനി, അവർക്കും ഇൻഷുറൻസ് ആക്ട് 2013. കമ്പനി സെക്ഷൻ 8 കമ്പനി, ഓക്കെ, നോൺ പ്രോഫിറ്റബിൾ കമ്പനി, സെക്ഷൻ 8 കമ്പനീസിന് കാരോ ആപ്ലിക്കബിൾ അല്ല. 1 person കമ്പനി OPC and small companies defined under section 2 subsection 85. Okay, small company 2 subsection 1 person company 2 subsection 62 of Companies Act 2013 and private limited company. Okay, private companies in കാരോ ആപ്ലിക്കബിൾ അല്ല, വിച്ച് സാറ്റിസ്ഫൈ ഓൾ ദ ഫോളോയിങ് കണ്ടീഷൻ. സോ താഴെ പറയുന്ന കണ്ടീഷൻ എല്ലാം ഓൾ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു കണ്ടീഷൻ അല്ല, ഈ പറയുന്ന കണ്ടീഷൻസ്, ഈ പറയുന്ന 3 കണ്ടീഷൻസും ക്യുമുലേറ്റീവ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്താൽ ആണെന്ത് ആപ്ലിക്കബിൾ ആകാത്തത്? കാരോ എക്സെപ്ഷൻ. ദാറ്റ് മീൻസ് കാരോ ആപ്ലിക്കബിൾ ഓൾ ദ കണ്ടീഷൻ. ഓക്കെ, 3 എന്ന് പറയും, 3 മെയിൻ കണ്ടീഷൻ പ്ലസ് ഇതൊരു കണ്ടീഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ മൊത്തം 4 കണ്ടീഷൻ. Then private limited companies in a carro. So applicability and banking all companies including foreign companies in a carro applicable but banking companies applicable insurance companies applicable section 8 companies applicable 1 person companies applicable small companies applicable private companies if it satisfies all the following conditions. That means ഈ പറയുന്ന conditions എല്ലാം cumulative ആയിട്ട് satisfy, ഏതെങ്കിലും ഒരെണ്ണം satisfy ചെയ്താലല്ല, ഈ പറയുന്ന condition എല്ലാം satisfy ചെയ്താൽ എന്താണ് കാരോ 2016 ആപ്ലിക്കബിൾ അല്ല. സോ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ഇതാണ്. പ്രൈവറ്റ് കമ്പനി നമുക്ക് 4 ഒരു ഫസ്റ്റ് പോയിന്റ് എന്താണ്? should not be a subsidiary or holding of a public company. Okay, so that means അങ്ങനെയാണെങ്കിൽ എന്താവും? അത് പബ്ലിക് കമ്പനി ആയിട്ട് മാറും. not a subsidiary or holding of public company. Okay, so public company ന്റെ subsidiary or holding company ആകാൻ പാടില്ല. Then second one aggregate
paid up capital and reserves and surplus not more than 100 lakhs. Okay, so that means paid up capital plus reserves and surplus, okay, less than or equal to 100 lakhs, less than or equal to 1 crore as on the date of balance sheet. Okay. So paid up share capital as on balance sheet date. Then third one, total borrowings. Borrowings from bank or financial institution at any point of time during the financial year is not more than 100 lakhs. Okay. So total borrowings from banks, financial institutions including NBFC at any, like, so paid up share capital and reserves and surplus at the on the as of the date of balance sheet date. At any point of time. So നമ്മുടെ previous year 1st April to 31st March ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് എക്സീഡ് ചെയ്താൽ at any point of time does not exceed, not more than, so that means എന്താണ് 100 lakh വരെ ആകാം അല്ലെങ്കിൽ less than or equal to 1 crore. Okay. So then last one, total revenue including revenue from discontinued operation as disclosed in the financial statements as per schedule 3. Okay. So schedule 3 പ്രകാരമുള്ള total revenue maximum എത്രയാണ്, does not exceed 10 crore, that means less than or equal to 10 CR. Okay. So that means CARO ആർക്കൊക്കെയാണ് applicable അല്ലാത്തത്? CARO is applicable for all the companies including foreign companies, excluding ഏതൊക്കെയാണ്? ബാങ്കിങ് കമ്പനി, ഇൻഷുറൻസ് കമ്പനി, സെക്ഷൻ 8 കമ്പനി, OPC 1% company, small company and private companies if it satisfies all the 4 conditions. Okay. So first one എന്താണ്? Not a subsidiary or holding of a public company. Already definition എന്ന് പറയുന്നത് അതുകൊണ്ട് major 3 points. Aggregate of paid up share capital plus reserves and surplus does not exceed 1 crore. Total borrowings banks plus financial institution does not exceed 1 crore. Total revenue, okay, നമ്മൾ discontinued ആയിട്ടുള്ള operations എന്നുള്ളത് പോലും total revenue ആണ്, operating plus non operating എല്ലാം കൂടെ 10 crore താഴെയാണെങ്കിൽ up to 10 crore exceed ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? CARO applicable ആകില്ല. സോ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഓരോ കാര്യമായിട്ട് എടുത്ത് നമുക്ക് ഫസ്റ്റ് നമ്മൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. സോ ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ്? നമുക്കറിയാം നമ്മുടെ ഷെയർ ക്യാപിറ്റലിൽ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഇക്വിറ്റി ഷെയർസ് ഉണ്ട് അല്ലേ? സോ ഇതിനകത്ത് ഇക്വിറ്റി ഷെയർ മാത്രമാണോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ പ്ലസ് പ്രിഫറൻസ് ഷെയർസ് ഇൻക്ലൂഡ് ചെയ്യും? ഓക്കെ. സോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൽ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർസ് പ്ലസ് paid up preference shares plus share forfeited money. So ഇത്രയും ഇൻക്ലൂഡ് ചെയ്യും. ഇനി ഒരു പോയിന്റ് ഉള്ള ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ്. ഓക്കെ. സോ ഷെയർ ആപ്ലിക്കേഷൻ മണി pending allotment, share application money pending allotment not considered. Okay. So paid up share capital എന്ന് പറഞ്ഞാൽ എന്താണ്? paid up equity share capital, paid up preference share capital plus share forfeited money, share application money pending allotment എന്തിന്റെ കൂടെ കൂട്ടില്ല? paid up share capital നോടെ while computing ഈ പറയുന്ന ലിമിറ്റ് 1 crore താണ്ടിയോ എന്ന് നോക്കാനായിട്ട് നമുക്ക് എന്ത് എടുക്കില്ല? share capital, share application money pending allotment. Okay. Then ഇനി എന്താണ്? reserves and surplus. Okay. So paid up share capital എന്താ നമ്മൾ നോക്കി? reserves and surplus. Next one എന്തൊക്കെ വരും നോക്കാം. നമുക്ക് revenue reserves ഉണ്ടാകാം, അത് പ്ലസ് capital reserve
പ്ലസ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എല്ലാ ടൈപ്പ് റിസർവും ഇതിനകത്ത് ജനറൽ റിസർവ് അങ്ങനെ മാത്രമല്ല എല്ലാ ടൈപ്പ് റിസർവ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പ്ലസ് സർപ്ലസ് എന്താണ് പി ആൻഡ് എല്ലിൽ വരുന്ന ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, സോ ഇനി പി ആൻഡ് എല്ലിൽ ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യണം, അത് നമുക്ക് ലെസ് ചെയ്യണം. ലെസ് ഡിഡക്ട് ചെയ്യണം പി ആൻഡ് എൽ ഡെബിറ്റ് ബാലൻസ്. പ്ലസ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് ആണെങ്കിലും ദാറ്റ് മീൻസ് എല്ലാ റിസർവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും. സോ റിസർവ്സ് റവന്യൂ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, പി ആൻഡ് എൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. പി ആൻഡ് എൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ലെസ് ചെയ്യുക. സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് എല്ലാം ആഡ് ചെയ്യുക. ഓക്കെ, സോ ഇതിനകത്ത് മിസ്ലേനിയസ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എന്താണ് നോട്ട് കൺസിഡർ, അത് എന്ത് ചെയ്യത്തില്ല, കൺസിഡർ ചെയ്യത്തില്ല. സോ എന്താണ് ആഡ് ചെയ്യത്തില്ല മിസ്ലേനിയസ് എക്സ്പെൻസ്. സോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ്, നമുക്ക് ഇത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് അപ്പ് എത്രയാണ്, പ്രിഫറൻസ് ഷെയർസ് എത്രയാണ്, ഫോർഫീറ്റഡ് മണി എത്ര ഉണ്ട്, റിസർവ്സ് എത്ര ഉണ്ട്, സോ ആൻഡ് സോ ഒക്കെ തരും. സോ നോർമലി പി ആൻഡ് എൽ ഡെബിറ്റ് ബാലൻസ് റവന്യൂ റിസർവ്സ് ഉണ്ടെങ്കിലാണ് ലെസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ബോറോയിങ്സ്. ബോറോയിങ്സിൽ ശ്രദ്ധിക്കേണ്ടത് ബോറോയിങ്സ് എവിടെ നിന്നൊക്കെയുള്ളതാണ്, നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതർ പോയിന്റ്സ് നമുക്ക് കൊടുത്തിരിക്കുന്നതാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എവിടെ നിന്നായിരിക്കണം ബോറോയിങ്സ്? ഫ്രം ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് NBFC. Then so that means any borrowings from members അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഒക്കെ ഇതിനകത്ത് വരുമോ? ഒന്നും തന്നെ നമുക്ക് എന്ത് വരത്തില്ല, നോട്ട് കൺസിഡേർഡ്. ഓക്കെ, സോ നമുക്ക് എന്താണ് ഒന്നുകിൽ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് അല്ലെങ്കിൽ NBFCയിൽ നിന്നുള്ള എടുത്തിരിക്കുന്ന ബോറോയിങ്സ് മാത്രമേ എടുക്കുള്ളൂ. ഓൺലി ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, നമ്മൾ ലോൺ എടുത്തു തിരിച്ച് പേ ചെയ്യുന്നല്ല, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓൺലി ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഈസ് കൺസിഡേർഡ്. നമ്മുടെ പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള ഇയറിൽ എത്ര ലോൺ ഉണ്ടായിരുന്നു, ഈ അടച്ചിട്ട് വന്നപ്പോഴത്തേക്കും ആ ഒരു ഇതിൽ താഴെ വരികയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് കുറവാണെങ്കിൽ നമുക്ക് എന്തെടുക്കില്ല, ഫണ്ട് എടുത്തത് ഇത്ര ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ക്യാരോ ആപ്ലിക്കബിലിറ്റി ആകില്ല. ഓൺലി ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് വിൽ ബി കൺസിഡേർഡ്. ഇൻട്രസ്റ്റ് ഇനിയാണ് നോക്കേണ്ടത്. ഇൻട്രസ്റ്റ് accrued as well as due are considered. Interest accrued as well as due are considered. Credit card outstanding in consider ചെയ്യും. Then next one, നമുക്കിനകത്തൊരു ക്വസ്റ്റൻ ഉണ്ട്, ബോറോയിങ്സ്. അത് ലോങ് ടൈം ബോറോയിങ്സ് ആണോ ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണോ? ലോങ് ടൈം ആസ് വെൽ ആസ് ഷോർട്ട് ടൈം ബോറോയിങ്സ് ആർ കൺസിഡേർഡ്. സോ ലോങ് ടൈം മാത്രമല്ല ഷോർട്ട് ടൈമും കൺസിഡർ ചെയ്യും. ലോങ് ടൈം ബോറോയിങ്സ് ആസ് വെൽ ആസ് ഷോർട്ട് ടൈം ബോറോയിങ്സ് ആർ കൺസിഡേർഡ്. സോ ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബോറോയിങ്സിൽ വരുമോ എന്നുള്ളതാണ്. നോർമലി കൺസിഡർ ചെയ്യില്ല അൺലെസ് ബാങ്ക് ഹാസ് പെയ്ഡ് ഗ്യാരണ്ടീഡ്. സോ ബാങ്കിന് ഗ്യാരണ്ടീഡ് എമൗണ്ട് പേ ചെയ്യേണ്ടി വന്നാൽ മാത്രം ഗ്യാരണ്ടി എന്തായിട്ട് കണക്കാക്കും? ബോറോയിങ്സ്. ഓക്കെ, സോ ബോറോയിങ്സ് എവിടെ നിന്നൊക്കെയാണ്? ബാങ്കിൽ നിന്ന്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ NBFCയിൽ നിന്നാണ്. സോ ഓൺലി ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് മാത്രമേ, ഇൻട്രസ്റ്റ് അക്രൂഡും ഡ്യൂ ആയതും എല്ലാം തന്നെ എന്തെങ്കിലും കൺസിഡർ ചെയ്യും. ക്രെഡിറ്റ് കാർഡ് ഔട്ട്സ്റ്റാൻഡിംഗും കൺസിഡർ ചെയ്യും. ലോങ് ടൈമും ഷോർട്ട് ടൈമും ബോറോയിങ്സ് കൺസിഡർ ചെയ്യും. ഗ്യാരണ്ടി ബാങ്ക് ഗ്യാരണ്ടിയോട് നോർമലി കൺസിഡർ ചെയ്തില്ല, ബട്ട് ബാങ്ക് ഗ്യാരണ്ടി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കൺസിഡേർഡ്. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Other points, paid up share capital includes equity as well as preference shares. Okay, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്. എന്താണ്? ടോട്ടൽ റവന്യൂ. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു മെയിൻ ക്വസ്റ്റ്യൻ വരുന്നത് ഇവിടെ നിന്നാണ്. എന്താണ്? ആപ്ലിക്കബിലിറ്റി. ഓക്കെ, സോ ഇതിനകത്ത് പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. റവന്യൂ. ഓക്കെ, റവന്യൂ എന്ത് പ്രകാരമായിരിക്കണം?
ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആകാം. സോ എന്ത് പ്രകാരമായിരിക്കും പറഞ്ഞാൽ ഷെഡ്യൂൾ 3 അല്ലേ. സോ അതിനകത്ത് നമ്മൾ രണ്ട് രീതിയിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് അതർ ഇൻകം. ഓക്കെ, രണ്ട് രീതിയിൽ പറയാം. നമ്മുടെ എന്താണോ ബിസിനസ്, ഇവിടെ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഐഡന്റിറ്റിയുടെ ബിസിനസ് എന്താണോ അല്ലെങ്കിൽ നോർമൽ കോഴ്സ് ഓഫ് ഓപ്പറേഷൻ എന്താണോ, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് അതർ ഇൻകം. ഓക്കെ, സോ ഇതിനകത്ത് എന്ത് വരാം? ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ്. ഇതെല്ലാം ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് എന്ത് ഓപ്പറേഷൻസ് പ്ലസ് ടോട്ടൽ റവന്യൂ എന്നാണ് പറഞ്ഞത്. റവന്യൂ ഫ്രം നോർമൽ കോഴ്സിൽ വരുന്ന ഓപ്പറേഷൻസ് പ്ലസ് അതർ ഇൻകം, നമ്മുടെ അസറ്റ് എന്തെങ്കിലും സെയിൽ ചെയ്ത് നടത്തിയിട്ടുണ്ടാകുന്ന ഇൻകം ഉണ്ടെങ്കിലും എല്ലാം അതെല്ലാം ഇതിനകത്ത് കൺസിഡർ ചെയ്യും. ഇതിനകത്ത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കുന്നത്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആപ്ലിക്കബിലിറ്റി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോർമലി എക്സാമിന് കയറി വരുന്നതാണ്. നോർമലി ആപ്ലിക്കബിലിറ്റി തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അതർ പോയിന്റ്സ് ടു ബി പോയിന്റ്സ് ടു റിമെമ്പർ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇൻക്ലൂഡ്സ് equity as well as preference shares. Amount originally paid upon forfeited shares would be added. Okay, share application money should not be considered as part of paid up share capital. Reserve includes capital reserve, revenue reserve as well as revaluation reserve. So ella type reserve included ആണ്. Credit balance in P&L will form part of reserve. Debit balance will be reduced only if revenue reserve exists. Okay, miscellaneous expenditure is not allowed to be deducted. Loans from the banks and financial institutions are to be considered in aggregate. Long-term loans, short-term loans as well as unsecured loans will be considered. നമ്മളോട് secured ചെയ്താണെങ്കിലും unsecured ആണെങ്കിലും എല്ലാം എന്തെയും consider. Loan may be in any form like term loan, demand loans, credit, cash credits, overdrafts, export credit, will purchase discounted. ഏത് രീതിയിലുള്ള borrowings ആകാം. Non-fund based credit facilities to the extent such as facility has been developed and have been converted into fund-based credit facilities should also be considered as outstanding loan. Okay, so converted, developed as and converted into fund-based credit facility. Adum endana included aanu. That means any type of loan and borrowings at outstanding dues in respect of credit cards will also be considered. Interest accrued as well as due thus form part of outstanding loan. Whereas interest accrued but not due is not considered as loan. Okay. Total revenue comprises of revenue from operations and other income. Okay. Other income shall consist of interest also, sales tax, excise duty, GST, charged separately in invoice does not form part of turnover. Okay. Then sales return even belongs to prior year should be deducted. Trade discount should be deducted from turnover. Commission to third parties will not be deducted. CARO 2016 is not applicable to auditor's report on consolidated financial statement. Okay, so consolidation financial statements CARO applicable alla. So branch auditors in CARO applicable to audits of branch of company. So branch auditors applicable on CFS. Consolidated financial statements applicable alla, but branch in applicable on. Okay, branch audit applicable on. Then Para 2. Every report made under Section 143 of Companies Act on account of every company examined by him to which this order applies financial year for the financial year commencing on or after 1st April 2000 shall contain matters specified in Para 3 and 4 in order may be applicable. Report on matters specified in Para 3 and Para 4 of the order are to be made only on those matters which are applicable to company. Okay. So companies ne applicable ആകുന്നതിന് മാത്രം എന്താണ് അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് just set of questionnaire ആണ് വരുന്നത് CARO 2016. Okay, so ഇനി next one part 3. Okay, para 3 ലെ particulars ആണ്. That means ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ questionnaire വരുന്നത് ഓഡിറ്റർ നോക്കേണ്ട കാര്യം. Okay, so ഈ പറയുന്ന കമ്പനീസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓർഡർ 2016 ലെ വരുന്ന particulars. First one എന്താണ്? Fixed asset. Okay. Fixed asset. Okay. Fixed asset le ഇതിനകത്ത് എന്താണ് നോക്കുന്ന questionnaire. So ഇത് questionnaire ആണ് വരുന്നത്. Adequacy of records. Adequacy of records. Okay. So that means എന്താണ്? Company maintaining proper records of
fixed asset, proper record showing full particulars including quantity, details and situation of fixed asset. Okay, full particulars. So full particulars company provide maintain ചെയ്തിട്ടുണ്ടോ, adequate records എല്ലാം maintain ചെയ്യുന്നുണ്ടോ എന്ന question. If yes, then no issues. No ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ എഴുതേണ്ടി വരും. Record should also contain particulars in respect of those items of fixed asset how fully depreciated or amortized or how be retired from active use, active and held for disposal. That means right now other depreciable asset ആണ്, but day to day affairs അല്ലെങ്കിൽ എന്താണ് ആ പറയുന്ന മെഷീനറി ഒന്നും എന്താണ് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല, ഡിസ്പോസലിന് വെച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്ത് നോക്കണം. Record should also contain necessary particulars in respect of fixed asset that have been fully, so that means depreciation fully കഴിഞ്ഞിട്ട് അവിടെ physically asset is there but actually എന്താണ് depreciate ചെയ്ത് fully impaired ആണ്, അങ്ങനെയുള്ള asset ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതിന്റെ records ഉണ്ടോ എന്നുള്ളത് ഒറ്റ നോക്കാം. Then physical verification. Physical verification. Okay. So ഇവിടെ ശ്രദ്ധിക്കേണ്ടത് whether these fixed asset have been physically verified by management. Okay, auditor verify എന്നല്ല ഇരിക്കുന്നത്, at reasonable interval. Okay, verification. Okay, physical verification by management. So adequate ആയിട്ടുള്ള ഇന്റർവെല്ലിൽ മാനേജ്മെന്റ് അത് ഫിസിക്കലി വെരിഫൈ ചെയ്തിട്ടുണ്ടോ, whether any അങ്ങനെ വെരിഫൈ ചെയ്തപ്പോൾ മെറ്റീരിയൽ ഡിസ്ക്രിപ്പൻസീസ്. ഓക്കെ, സോ കമ്പനിയുടെ ഫിനാൻഷ്യൽസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ were noticed on such verification and so whether the same have been properly dealt with books of accounts. Okay, so അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് മെറ്റീരിയൽ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് വേണ്ട രീതിയിൽ ഡീല് പ്രോപ്പർലി കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിസ്ക്ലോസ്ഡ് ആണോ എന്ന് നോക്കാം. ടൈറ്റിൽ ഡീഡ്. So that means whether a title deed of involved property is held in the name of the company. That means കമ്പനിയുടെ അതായത് ആ ഇൻവോയ്സ് നമുക്ക് എന്ത് നോക്കാം, അത് ഇൻവോയ്സ് കമ്പനിയുടെ നെയിമിൽ തന്നെയാണോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സോ അവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു ഫിസിക്കൽ അസറ്റ് കൊണ്ടുവച്ചിട്ട് കമ്പനി. ദാറ്റ് മീൻസ് ഈ അസറ്റ് കമ്പനിയുടെ ആണെങ്കിൽ ഫിസിക്കലി കണ്ടാൽ പോലെ എനിക്ക് എന്ത് ചെയ്യണം, ഇത് പർച്ചേസ് ചെയ്ത ഇൻവോയ്സും കൂടെ കാണണം. ഓക്കെ, സോ ടൈറ്റിൽ ഡീഡ് കമ്പനിയുടെ will if not provide the details thereof. അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. സോ ഫസ്റ്റ് വൺ ആണ് എന്ത്, ഫിക്സഡ് അസറ്റ്. ഓക്കെ, സോ റെക്കോർഡ്സ് adequate റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, അത് മാനേജ്മെന്റ് ഫിസിക്കൽ വെരിഫിക്കേഷൻ adequate ഇന്റർവെൽ നടത്തിയിട്ടുണ്ടോ, ടൈറ്റിൽ ഡീഡ് കമ്പനിയുടെ പേരിൽ തന്നെയുള്ള അസറ്റ് ആണോ. Then next one, inventory. So close to para 3 ൽ വരുന്ന close to inventory. Okay, so inventory സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ കാരോയിൽ എന്താ നോക്കാം, whether the physical verification of inventories have been conducted at reasonable intervals by management and whether any material discrepancies were noticed, and if so whether they have been properly dealt with books of accounts. Physical verification of inventory is the responsibility of the management. Periodicity of physical verification depends upon the nature of inventory and their location. Okay, so that means ഇവിടെ കാരോയിൽ എന്ത് മാത്രമാണ് പറയുന്നത്, ഫിസിക്കൽ വെരിഫിക്കേഷൻ. ഓക്കെ, ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്താണ്, adequate റീസണബിൾ ഇന്റർവെല്ലിൽ റീസണബിൾ ഇന്റർവെല്ലിൽ നടന്നിട്ടുണ്ട്. ആരാണ് നടത്തേണ്ടത്, മാനേജ്മെന്റ് ആണ് നടത്തേണ്ടത്. സോ മാനേജ്മെന്റ് ഈ റീസണബിൾ ഇന്റർവെൽ എന്നുള്ളത് ആ പറയുന്ന ഇതിന്റെ ഡിപ്പെൻഡ്സ് അപ്പോൺ നേച്ചർ ഓഫ് ഇൻവെന്ററി ആൻഡ് ദെയർ ലൊക്കേഷൻ. സോ ഇൻവെന്ററിയുടെ നേച്ചർ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് മാനേജ്മെന്റ് ഈ റീസണബിൾ ഇന്റർവെൽ ഏതാണെന്നുള്ളത്. സോ ഓഡിറ്റർ ഐഡന്റിഫൈ ചെയ്യുക റീസണബിൾ ഇന്റർവെൽ അവർ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ. ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ നോക്കുക. ദെൻ നോർമൽ സെനാരിയോയിൽ ഇൻവെന്ററി ആയിട്ട് ബന്ധപ്പെട്ട നോർമലി കാരോയിലല്ല. സോ നമുക്ക് എന്താണ് ഇൻവെന്ററി പറയുമ്പോൾ എന്താണ് AS2 അല്ലേ. സോ കോസ്റ്റ് ഓർ NRV HRS അത് വാല്യുവേഷൻ ആണ്. ദെൻ SA 501 ഓഡിറ്റ് എവിഡൻസ് സ്പെസിഫിക് മാറ്റേഴ്സ്. രണ്ടും നമ്മൾ ഇൻവെന്ററി ആയിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റിംഗിലും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് നോക്കുന്നത്, ഫിസിക്കൽ വെരിഫിക്കേഷൻ റീസണബിൾ ഇൻ അഡിക്വേറ്റ് ഇന്റർവെല്ലിൽ മാനേജ്മെന്റ് നടത്തിയിട്ടുണ്ടോ, വെദർ എന്തെങ്കിലും മെറ്റീരിയൽ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് പ്രോപ്പർലി അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, തേർഡ് വൺ, നെക്സ്റ്റ് വൺ, ലോൺസ് കവേർഡ് അണ്ടർ സെക്ഷൻ 189.
So loans covered under section 189. Whether the company has granted any loans, secured unsecured companies or firms, LLP or other parties covered in the register maintained under section 189. And then section 189 register. Section 189. So this is the register of contract and arrangements in which director is interested. In which director is interested. So director directly or indirectly interest ulla contract arrangement register on 189. Okay. The auditor should obtain list of companies, firms and other parties covered in register 189. Whether the terms and conditions, so അങ്ങനെ ഒരു transaction 189 register ആയിട്ടുള്ളവരുമായിട്ട് loans covered, whether the company has granted any loan. Okay, company loan കൊടുക്കുകയാണ് 189 register ഉള്ളവരുമായിട്ട് കൊടുക്കുകയാണെങ്കിൽ whether the terms of condition grant of such loans are not prejudicial to the interest company's interest, auditor has to examine whether the terms of condition of the grant of such loans are not prejudicial to the company's interest. Okay. So next one, whether schedule of repayment and principal and payment of interest has been stipulated and whether the payment are regular, receipt are regular. Okay. So in if the amount is overdue, state the total amount overdue for more than 90 days and whether reasonable steps have been taken by the company for recover the principal and interest. Okay. So so loan by company to section 189 പറഞ്ഞിരിക്കുന്നത് ലോൺ കൊടുത്തിരിക്കുന്ന ടേംസ് ആൻഡ് റെഗുലേഷൻ നോട്ട് prejudicial to the interest of അങ്ങനെ ഓഡിറ്റർ ചെക്ക് ചെയ്യാം. ദെൻ റീപേയ്മെന്റ് ഷെഡ്യൂളും അതിന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളും നോക്കുക. 90 ഡേയ്സിന് മുകളിലാണെങ്കിൽ അത് വെരിഫൈ ചെയ്യുക. ഓവർ ഡ്യൂ repayment regular if the amount is repayment in the case, then overdue for more than 90 days ആണെങ്കിൽ whether reasonable steps have been, so അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റും തിരിച്ചു പിടിക്കാനായിട്ടുള്ള റീസണബിൾ സ്റ്റെപ്സ് എന്താണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക. loan is to be considered overdue when the payment has not been made or received on the due date as per the lending agreement. Okay. So agreement date എന്നാണ് തരാന്ന് പറഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് 90 ദിവസത്തിന് മുകളിലോട്ട് ഡ്യൂ ആയി കിടന്നാൽ ഓഡിറ്റർ കമ്പനി ഹാസ് ടു ഓഡിറ്റർ ശ്രദ്ധിക്കണം. if the amount overdue, state the total amount. Okay. So ആ കേസിൽ എന്ത് ചെയ്യാം, ടോട്ടൽ എമൗണ്ട് ഇൻവോൾവ് കൂടെ ഓഡിറ്റർ നോട്ട് ചെയ്യണം. So 189 that means register contract arrangements direct interest ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, കമ്പനി ലോൺ കൊടുക്കുക. ഓക്കെ. സോ ലോൺ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അതിനകത്തെ ടേംസ് ആൻഡ് ആ ലോൺസിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കമ്പനിയുടെ prejudicial ഇൻട്രസ്റ്റ് നോക്കുന്ന, റീപേയ്മെന്റ് ഷെഡ്യൂള്, ദെൻ ഓവർ ഡ്യൂ ആണെന്നുണ്ടെങ്കിൽ 90 ഡേയ്സിന് മുകളിലാണെങ്കിൽ ആ എമൗണ്ട് കൂടെ നോക്കുക. സോ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുത്തിരിക്കുന്നത്, ലീഗൽ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടോ, റിക്കവർ ചെയ്യാനായിട്ടുള്ള ക്യാപിറ്റൽ പോർഷനും അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പോർഷനും ഇൻട്രസ്റ്റ് പോർഷനും റിക്കവർ ചെയ്യാൻ, ഓവർ ഡ്യൂ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്യൂ ആയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ എടുക്കുന്ന സ്റ്റെപ്സിനെ കുറിച്ചുകൂടെ ഓഡിറ്റർ എൻക്വയറി ചെയ്യും. Then next one, 4 loans and investments. In respect of loans and investment guarantees and securities, whether provisions section 185, 186 Companies Act have been complied with, if not, provide the details there. Okay. So section 185, loan to directors. Loan and investment by company. Loan and investment by company. Okay. So loan to directors, loan and investment by company. ഇതെല്ലാം എന്താണ്, ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, സെക്ഷൻ 185ഉം 186ഉം കംപ്ലൈ ചെയ്തിട്ടാണോ ചെയ്തിരിക്കുന്നത് നോക്കുക. ഇഫ് യെസ് നോ യെസ് നോക്കുക, എല്ലാന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക, എന്താണ് കംപ്ലൈ ചെയ്യാത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക. ദെൻ ക്ലോസ് ബൈ deposits. In case company has accepted deposits, accept ചെയ്യുന്നു, whether the directives issued by Reserve Bank of India and provisions of section 73 to 76. Okay.
of Companies Act 2013 and rules framed thereunder, whether applicable, have been complied. If not, nature of such contraventions should be stated. Okay. So that means section 73 prohibition ആണ്. Prohibition on acceptance of deposit from public. ഇത് ഈ സെക്ഷൻ കംപ്ലൈ ചെയ്തിട്ടാണോ? Then section 74. So repayment, okay. Deposit accepted before commencement of this act. Okay. So Companies Act 2013 commence ചെയ്യുന്നതിന് മുമ്പ് ഡെപ്പോസിറ്റ് എടുത്തിട്ടുണ്ട്, അതിന്റെ റീപേയ്മെന്റ് വരികയാണെങ്കിൽ നോക്കുന്നതാണ് സെക്ഷൻ 74. Then section 75 damage or fraud. Damage or fraud. Okay. Damage or fraud നെ കുറിച്ചാണ് section 75 പറയുന്നത്. Then section 76 acceptance of deposit from public by certain companies. Then next one, sixth one, cost records. So നമ്മൾ എന്തൊക്കെയാണ് deposits വരെയായി. Then sixth one, cost records, whether maintenance of cost records has been specified by central government. So section 148 ലാണ് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന certain കമ്പനീസിന് സെൻട്രൽ ഗവൺമെന്റ് ആണ് പറയുന്നത്. So central government അങ്ങനെ മേടിക്കാൻ auditor should obtain written representation from the management. So central government cost records അല്ലെങ്കിൽ cost accounts മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ certain companies അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? Auditor should conduct a general review of the cost records to ensure that the cost records prescribed are maintained. Okay. So cost records ഈ പറയുന്ന കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് സെക്ഷൻ 148 പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ഷൻ ആണ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ, സെവൻത്ത് വൺ, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്. നമുക്ക് രണ്ട് രീതിയിലാകാം, അൺഡിസ്പ്യൂട്ടഡ് ആകാം, disputed. Undisputed dues, whether the company is regular in depositing undisputed statutory dues including so and so provident fund, employee state insurance, income taxes, sales taxes, service taxes, duties of customs, duty excise, value added taxes, and other statutory dues to the appropriate authority, and if not, the extent of arrears of outstanding statutory dues as on the last day of financial year concerned for a period of more than 6 months from the date they have been payable shall be indicated. Okay, so that means endana undisputed aanengil endana regularly deposit cheyyunnundo, regularly, so appropriate authority ku regularly deposit cheyyunnundo, yes aanengil endana pinne angote issue onnu illa, no aanennundengil no. So that means regularly deposit ചെയ്യുന്നില്ല. Okay. So outstanding അല്ലെങ്കിൽ overdue 6 മാസത്തിൽ കൂടുതൽ as on balance sheet date, 6 മാസത്തിൽ കൂടുതൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ബാലൻസ് ഷീറ്റ് ഡേറ്റിലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? Then become payable shall be indicated. So അത് ഇൻഡിക്കേറ്റ് ചെയ്യണം. Then next scenario, undisputed ആണെങ്കിൽ റെഗുലർലി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നോ ആണെങ്കിൽ ഈ പറയുന്ന ഡ്യൂ ആയിട്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ 6 മാസത്തിന് മുകളിലായിട്ടുണ്ടെങ്കിൽ that should be
indicated. Okay. Statutory dues. Next one, disputed statutory dues. Whether dues of income tax on so either statutory dues disputed, that means dispute and then have been deposited on account of any dispute, the amount involved and the forum. Okay. So, 8 forum dispute pending. And amount involved. Amount involved report specify. Okay. So statutory dues undisputed regularly deposit no issues, no overdue balance sheet date due overdue indicate dispute dispute amount involved. Okay. Then clause 8, default of loan. Whether the company has defaulted in repayment, okay, in repayment of loans and borrowings to financial institution and bank, government dues, debenture holders. Okay. If yes, the period and the amount of default to be reported. So default on the not applicable. No. The auditor should obtain schedule of repayment to banks, financial institution and debenture holders from the management. The auditor should examine the agreement or the other document on such conditions of loan. Okay. So that means default on repayment. Okay, loan repayment. Okay. A repayment of loan. Default on the default reported, the period at the amount of default reported, auditor schedule of payment, examine agreement. Okay, so loan with the agreement auditor in the examine here. Okay. Utilization of fund. Then clause 9. Whether the money raised by way of initial public offer or further offer, including debenture instrument. Okay. So company fund raise and the term of loan were applied for the purpose. So raising in the purpose for which those are raised. If not, okay, ഈ പറഞ്ഞ പർപ്പസിന് വേണ്ടിയിട്ടല്ല അത് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. ഫണ്ട് റേസ് ചെയ്തു, യൂട്ടിലൈസ് പർപ്പസ് പറഞ്ഞു, യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് എന്താണ് ഈ പർപ്പസിന് വേണ്ടി അല്ല എങ്കിൽ and subsequent purpose are raised. If not, the details together with delays or default and subsequent rectification, if any, as may be applicable to be reported. Okay. So അതിനകത്ത് ഡിലേ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിഫോൾട്ട് ഉണ്ടെങ്കിലോ സബ്സിക്വന്റ് ആയിട്ടുള്ള റെക്ടിഫിക്കേഷൻ ഉണ്ട്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, യൂട്ടിലൈസ് ചെയ്ത് ഈ ഒരു പർപ്പസിന് വേണ്ടിയല്ല, പിന്നെ അത് റെക്ടിഫൈ ചെയ്ത് യൂട്ടിലൈസ് ചെയ്താലും സോ ആ ഇതുപോലും എന്ത് ചെയ്യണം. സോ ദാറ്റ് മീൻസ് ഇന്ന കാര്യത്തിനാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഫണ്ട് റേസ് ചെയ്തു, ബട്ട് ആ ഒരു പർപ്പസിന് യൂസ് ചെയ്തില്ല എങ്കിൽ എന്ത് വരും, കാരോളില് ക്ലോസ് 9 that should be reported. Okay. Then fraud reporting. Whether any fraud by company, or own the company by officers or employees has been noticed. Okay. So intentional misstatement another fraud. So അങ്ങനെ intentional ആയിട്ട് കമ്പനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫീസർ അല്ലെങ്കിൽ എംപ്ലോയി കമ്പനിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ഡ്യൂറിംഗ് ദ ഇയർ. ഇഫ് യെസ്, നേച്ചർ ആൻഡ് എമൗണ്ട് ഇൻവോൾവ് ഷുഡ് ബി ഇൻഡിക്കേറ്റഡ്. സോ എന്ത് ടൈപ്പ് ഓഫ് നേച്ചർ ആൻഡ് എമൗണ്ട്. ഓക്കെ. സോ കമ്പനിയിൽ ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക. സോ നമ്മളിത് വേറെ എവിടെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, SA 240 നമ്മൾ ഡിസ്കസ് ചെയ്താണ് എന്തെങ്കിലും ഓഡിറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ. ബട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, കാരോയിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് ക്ലോസ് 10. Okay. Then clause 11 managerial remuneration. Okay. So section 197 and schedule 5. Okay. Schedule 5 pragaram whether manager has been paid or provided in accordance with the requisite approval mandated section 197 and schedule 5 pragaram aano noka. If not, state the amount involved. Okay.
നോ ആണെങ്കിൽ ഇത് പ്രകാരമാണെങ്കിൽ നോ ഇഷ്യൂസ്, നോ ആണെങ്കിൽ ഈ പറയുന്ന സെക്ഷൻ 197 അല്ലെങ്കിൽ ഷെഡ്യൂൾ 5 പ്രകാരമല്ല മാനേജറിയൽ റെമ്യൂണറേഷൻ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ എക്സസ് ആയിട്ടാണ് പോയിരിക്കുന്നത് എമൗണ്ട് ഇൻവോൾവ്. ദെൻ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരിച്ച് എക്സസ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് വാങ്ങിക്കാനായിട്ട് കമ്പനി എടുത്തിരിക്കുന്ന സ്റ്റെപ്സ് ഫോർ റീഫണ്ട് ദ സെയിം. സോ ആ എക്സസ് ആയിട്ട് പോയിരിക്കുന്ന റീഫണ്ട് വാങ്ങിക്കാനായിട്ട് കമ്പനി എടുത്തിരിക്കുന്ന സ്റ്റെപ്സ് എന്താണെന്നുള്ളതാണ്. ദെൻ ക്ലോസ് 12 വെദർ നിധി കമ്പനിയുടെ കേസിലാണ് ആസ് കംപ്ലൈഡ് വിത്ത് നെറ്റ് ഓൺ ദ ഫണ്ട് ടു deposit, that is in the ratio 1:20 to meet out the liability, and whether Nidhi company is maintaining 10%. Okay. So first case എന്തായിരുന്നു 1:20 10% uncompared terms deposit as specified in Nidhi company rules 2014 to meet the liability. Okay. അങ്ങനെ ഈ പറയുന്ന 1:20 മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ പ്ലസ് 10% എന്നുള്ള ആ പറയുന്ന കണ്ടീഷൻസ് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, അതർവൈസ് ഇറ്റ് ഷുഡ് ബി form part of the report. Okay, so ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തിനകത്ത് വന്നിട്ടുണ്ടാവും, റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടാവും. Then next one, related parties transaction. Okay, related party transaction. Related party transaction. ഇവിടെ ശ്രദ്ധിക്കാം, whether all transactions with related parties are in compliance with Section 177 and Section 188 of Companies Act 2013. So Section 177 Audit Committee ആണ്. Audit Committee Section 188 പറയുന്നത് റിലേറ്റഡ് പാർട്ടീസിന്റെ കേസാണ്. റിലേറ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇൻ ഡീറ്റെയിൽസ് ഹാവ് ബീൻ ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആസ് റിക്വയർഡ് ആപ്ലിക്കബിൾ ടു ആ സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ നമുക്ക് ഈ പറഞ്ഞ 177 റിലേറ്റഡ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 177 അത് ഓഡിറ്റ് കമ്മിറ്റിയുടെ കേസാണ്. സെക്ഷൻ 188 റിലേറ്റഡ് പാർട്ടിയായിട്ടുള്ള കമ്പനീസ് ആക്ടിൽ പറയും 2013 ഇതാണ് കമ്പനീസ് ആക്ട് 2013. ദെൻ AS18 റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ SA 550 റിലേറ്റഡ് പാർട്ടിയാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് റിലേറ്റഡ് പാർട്ടി. ഓക്കെ, സോ ഓവർ ആൻഡ് അബോവ്. സോ SA 550 AS18 ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ്, സോ ഇത് പ്രകാരമുള്ള രീതിയിലാണോ എടുത്തിരിക്കുന്നത് എന്ന് എന്താണ് ക്ലോസ് 13 പ്രകാരം റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കംപ്ലൈന്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാം. Then next one, 14, preferential allotment or private allotment. If the company has made any preferential allotment or private placement of shares or fully or partly convertible debentures during the year under review, then whether the requirement of section 42, okay, section 42 was the private placement to person identified by board of directors ആണ് private placement. Okay. Section 42 പറയുന്നത് private placement to persons identified by board of directors. Okay. അതായത് കമ്പനീസ് റിക്വയർമെന്റ് ഓഫ് സെക്ഷൻ വെദർ റിക്വയർമെന്റ് ഓഫ് സെക്ഷൻ കമ്പനീസ് ആക്ട് ഹാവ് ബീൻ കംപ്ലൈ ചെയ്യുന്നുണ്ടോ, ദ എമൗണ്ട് റേസ്ഡ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഇൻ വിച്ച് ഫണ്ട് വെയർ റേസ്ഡ്. ഓക്കെ, സോ if not provide the details in respect of amount involved in non compliance. Okay, സോ അത് പ്രകാരമാണോ എമൗണ്ട് റേസ് ചെയ്തത്, ആ പർപ്പസിന് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും നോൺ കംപ്ലയൻസ് ഉണ്ടെങ്കിൽ that should be reported. Then next one, whether the non-cash transaction, 15th clause, whether the company has entered into any non-cash transaction with the directors or other person connected with the directors. If so, whether the provisions of section 192. So ഇതിനകത്ത് 192 restrictions ആണ് പറയുന്നത്. Restrictions എന്ന് പറയുന്നത് ഡയറക്ടേഴ്സിനുള്ള restrictions, person connected with ആ പറയുന്ന കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ that should be reported. എന്താണ് കംപ്ലൈ ചെയ്യാത്തത് എന്ന്. Okay. Then last one, clause 16, registration under Reserve Bank of India 1934. Whether the company is required to be
registered under section. Okay, so company section 140 section 45 IA പ്രകാരം റിസർവ് ബാങ്ക് ആക്ട് 1934 പ്രകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൻഡ് ഇഫ് സോ രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് അങ്ങനെ ചെയ്യേണ്ട പറയുന്ന കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇഫ് നോട്ട് ദാറ്റ് ഷുഡ് ബി incorporated in the report. Okay, so that means അത്രയും 16 clauses ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Then a paragraph for reasons to be stated unfavorable or qualified answer, whether the auditors report the answer to any questions referred in paragraph 3. So ഇതെല്ലാം question ആണ് unfavorable or disqualified, qualified. The auditor report shall also state the basis for unfavorable or qualified as the case may. So why? So and the reason auditor is unable to express opinion, so that means your opinion express ചെയ്യാൻ പറ്റുന്നെങ്കിൽ that opinion express that നമ്മൾ opinion ആയിട്ട് പറഞ്ഞ disclaimer of opinion. So auditor ഒരു കാരണവശാലും അത് ചെയ്യുന്നുണ്ടോ മാനേജ്മെന്റിൽ നിന്നൊരു അതിനൊരു ആൻസർ കിട്ടുന്നില്ലെങ്കിൽ എന്താണ് unable to express opinion ആ പറയുന്ന ഫാക്ട് കൂടെ ആ റിപ്പോർട്ടിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓക്കെ, സോ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എത്രയാണ് 16 ക്ലോസ് ആണുള്ളത് അല്ലേ? സോ കാരോ 2016. So para 1 applicability, para 2, para 3 and 4 പറയുന്ന കംപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ para 3 ലാണ് particulars, para 4 ലാണ് ഇത് വരുന്നത് ക്വാളിഫൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണെങ്കിൽ ഫാക്ട്. ഓക്കെ, സോ പാര 3 ആണ് നമ്മുടെ. സോ മെയിൻ ആയിട്ട് വരുന്നത് ആപ്ലിക്കബിലിറ്റി, ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ എന്നുള്ളത്. പാര 3 പർട്ടിക്കുലേഴ്സിൽ എന്താണ് 16 ക്ലോസസ്. ഓക്കെ, സോ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ബട്ട് ക്ലോസ് കൂടെ കോട്ട് ചെയ്ത് വേണം എഴുതാൻ. സോ അത് ഒന്ന് ഓർമ്മ. Default make no default in payment of loans and borrowings. ശ്രദ്ധിക്കാം, നമ്മുടെ ഫസ്റ്റ് വൺ എന്തായിരുന്നു? 1 2 3 4 5 6 7 8. സോ ആദ്യത്തെ 1 to 8 fill your at the caps letter fill your bank account with the with on deposits and CC. Use it to repay statutory dues and make no default in payment of loans and borrowings. Okay, so നോക്കുക caps letter എഴുതിക്കുന്നത് ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്? F. അത് ഫസ്റ്റ് വൺ ആണെന്ന് ഫിക്സഡ് അസറ്റ്സ്. സോ ഫിക്സഡ് അസറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ക്ലോസ് കോട്ട് ചെയ്യണം മസ്റ്റ് ആയിട്ട്. സെക്കൻഡ് വൺ I stands for inventory. Then third one L, loans under section 189. Then fourth one again loans under section 185 and 186. Then so fill കഴിഞ്ഞു FILL. So fixed asset, inventory, loans under section 189, loans under section 185 and 186. Then on deposits, fifth one deposits. Then sixth one cost record, CC, cost records, and uses to pay statutory dues. Seventh one എന്തായിരുന്നു? Statutory dues. Then eighth one default in
loans. So ആദ്യത്തെ 8 എണ്ണം ഓർമ്മിക്കാനുള്ള റിമെമ്പർ ചെയ്യാനുള്ള memory shortcut ആണ് fill your bank account with on deposit and CC. Use it to pay statutory dues and make no default in payment of loans and borrowings. Okay. FILL, fixed asset, inventory, loans under section 189, loans under section 185 and 186, fifth one deposit, then C stands for post records, statutory dues, disputed and undisputed, default in payment, okay, repayment of loans and borrowings. Okay. So 1 to 8, then 9 to 16, 9 to 16 clause number. I listen to F1 Nidhi, but related parties prefer non-cash transaction. Non-cash transactions to finance it from NBFC. Okay, now can we come? Reserve Bank of India registration. So, now come 9th one. So I listen to FM. Okay. So another Sadiya. 9th one is F. F എന്താണ് രണ്ടെണ്ണം വരാം utilization of fund, then F again സ്ക്വയർ നോട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം fraud, then 11th one M for managerial remuneration. Managerial remuneration. Then next one, 12th one, Nidhi. Then Nidhi company. Then 13th one, related party. Related party transactions. Related party. Then 14th one, preferential allotment. Then 15th one, non-cash transactions. Last one. So NBFC, that means എന്താണ് company RBI യുടെ 45IA ഉള്ള സെക്ഷൻ പറയുന്ന രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണെങ്കിൽ എടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിലൊക്കെ, അതർവൈസ് റിപ്പോർട്ട്. സോ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. 16 ക്ലോസസ് നമുക്ക് ഓരോ ക്വസ്റ്റിനകത്തും സോ പാരഗ്രാഫ് ഏത് ക്ലോസ് ആണോ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും, ബട്ട് ഏത് ക്ലോസ് ആണെന്നും കൂടെ ആസ് പെർ കാരോയിലെ പാരഗ്രാഫ് 3 ഇന്ന ക്ലോസ് പ്രകാരം എന്ന് എഴുതുമ്പോഴാണ് നമുക്ക് ഫുൾ ക്രെഡിറ്റ് കിട്ടുന്നതുകൊണ്ട് ഓർത്തിരിക്കുക. ഫിൽ യുവർ ബാങ്ക് അക്കൗണ്ട് വിത്ത് deposit and CC, use it to pay statutory dues and make no default in payment of loan and borrowings. 8 clauses. Then 9 to 16, listen to FM, F square, FM for fund utilization, fraud, MO management, Nidhi company, related party, preferential allotment, non-cash transactions, and last one, companies NBFC, that means RBI NBFC NBFC companies RBI 45IA പ്രകാരമുള്ള സെക്ഷൻ 45IA പ്രകാരം റിസർവ് ബാങ്കിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യേണ്ട കമ്പനീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ശ്രദ്ധിക്കേണ്ടത്. പാർട്ട് 1 ആപ്ലിക്കബിലിറ്റിയിൽ പ്രൈവറ്റ് കമ്പനിയിനകത്ത് എന്താണ് 4 കാര്യങ്ങൾ. പ്രൈവറ്റ് കമ്പനി എന്താകാൻ പാടില്ല, ഹോൾഡിംഗോ അല്ലെങ്കിൽ സബ്സിഡി ഓഫ് എ പബ്ലിക് കമ്പനിയാണ്. സോ ഡെഫിനിഷൻ എന്നാൽ എന്താണ് പബ്ലിക് കമ്പനി ആകും. ദെൻ സെക്കൻഡ് സെനാരിയോ എന്താണ്,
paid up share capital plus reserves and surplus scenario. So paid up share capital endake varum, reserves and surplus endake varum ennulla nammal nokki. Then borrowings, evidunnakeyana borrowings edukkendathu. Then last one revenue. Okay, so revenue ile total revenue, operation activities, other activities, other income, operation income, other income എല്ലാം ആഡ് ചെയ്തിട്ട് സോ ഈ മൂന്ന് കണ്ടീഷനും ക്യുമുലേറ്റീവ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്താൽ ആപ്ലിക്കബിൾ ആകില്ല എന്ന് പറയുന്നത്. അതർവൈസ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആപ്ലിക്കബിൾ ആകും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ കാരോയുടെ ഏരിയാസ് വരുന്നത്. സോ രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. A private limited company has outstanding loan of 200 lakhs from a financial institution and defaulted in repayment thereof to the extent of 50%. Okay. The company hold that it has been a private company. So private company ആണ് അവിടെ കാരോ 2016 applicable അല്ല. Okay. So private limited companies എന്താണ്? Para 1 applicability. So ലോൺ എടുത്തിരിക്കുന്നത് ലോൺസ് എത്രയാണ്? 100 lakhs ആണ്. ഇവിടേക്കാണ് 200 lakhs ആണ്. ഏതെങ്കിലും ഒരെണ്ണം applicable ഏതെങ്കിലും ഒരു കണ്ടീഷന് മുകളിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ ആപ്ലിക്കബിൾ ആണെങ്കിൽ സോ ആപ്ലിക്കബിൾ ആണ്. ലോൺ എടുത്തു. സോ കമ്പനി എടുത്ത ഈ ലോണിന് റീപേയ്മെന്റ്. ഓക്കെ, സോ ഏതാണ്? ഇവിടെയാണ് നമുക്ക് എന്ത് ഗുണം ചെയ്യുന്നത്? പാരാ 3 ഏത് ക്ലോസ് ആണ്? സോ നമുക്ക് നോക്കാം. ഇതിനകത്ത് നോക്കിയാൽ അറിയാം ഏത് ക്ലോസ് ആണ്. ഡിഫോൾട്ട് ഇൻ ലോൺ അല്ലെ. സോ ക്ലോസ് 8 ആണ് പാരാ 3 ക്ലോസ് 8. ക്ലോസ് 8 പ്രകാരം ഉണ്ടോ? ഇതിനാണ് മാർക്ക് വരുന്നത്. പാരാ 3 ക്ലോസ് 8 പ്രകാരം ലോൺ എടുത്തു ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ എന്താണ്? ഓഡിറ്റർ അത് റിപ്പോർട്ടിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലോസ് 3 പാരാ 3 ക്ലോസ് 8 ഇതാണ് നമുക്ക് നോക്കേണ്ടത്. ആപ്ലിക്കബിൾ ആണ്. ദെൻ പാരാ 3 ക്ലോസ് 8 ക്ലോസ് 7 അല്ല ക്ലോസ് 8 ആപ്ലിക്കബിൾ ആണ്. ദെൻ സെക്കൻഡ് വൺ, B Limited has no outstanding loan exceeding 100 lakhs from any banks or financial. Paid up share capital reserves are less than 100 lakhs. Sales. Okay, so that means revenue ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്കി രണ്ട് സെനാരിയോ എന്താണ്? പ്രൈവറ്റ് കമ്പനിയാണ്. ബാക്കി മൂന്ന് സെനാരിയോയും നമുക്ക് കഴിഞ്ഞു. റവന്യൂ എത്രയുണ്ട്? സെയിൽസ് 11 crore 11 CR പ്ലസ് ബിഫോർ ഡിഡക്ടിങ് ട്രേഡ് ഡിസ്കൗണ്ട്സ്. ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യാം. സെയിൽസ് റിട്ടേൺ പ്രീവിയസ് ഇയർ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. ഓക്കെ, സോ ഇവിടെ 0.1 then 0.95 crores and services rendered. That means services rendered means normal ഏത് ഇൻകം നമുക്ക് ആഡ് ചെയ്യും. that means service rendered എത്ര കിട്ടിയിട്ടുണ്ട്? 0. അതിന്റെ ആഡ് ചെയ്യാം. സോ ചെയ്യുമ്പോൾ എന്ത് വരും? 10.5 crores വരും if it exceeds. അല്ലേ? സോ up to 10 crores വരെയാണെങ്കിൽ ഓക്കെ. ബാക്കി മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആപ്ലിക്കബിൾ അല്ലായിരുന്നു. ബട്ട് ഇവിടെ എന്താണ്? പാരാ 1 പ്രകാരം ആപ്ലിക്കബിൾ ആണ്. ബിക്കോസ് റവന്യൂ എക്സീഡ്സ് 10 crores. Then third one, C private limited has the following: 31st March paid up share capital 80 lakhs. Okay. 80 revaluation reserve add ചെയ്യണം. Capital, paid up capital, reserves and surplus. Capital reserves 11 applicable ആണ്. കമ്പനി ഹോൾഡ് ദാറ്റ് ബി പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് സോ 90 എത്ര വന്നു? 101. സോ ദാറ്റ് മീൻസ് 100 lakhന് മുകളിലാണ്, 1 crore മുകളിലാണ്. പാരാ 1 വെച്ചിട്ട് ആപ്ലിക്കബിൾ ആണ്. എന്ത്? കാരോ ആപ്ലിക്കബിൾ ആണ് ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനിക്ക്. നെക്സ്റ്റ് വൺ, under Caro 2000 as statutory auditor, how would you comment on the following? A Limited has term loan was obtained from a bank 80 lakhs. Okay, 80 lakhs loan eduthu and acquired for research and development equipment for acquiring, out of which 12 lakhs to buy car for the use of directors who was overlooking. Okay, so research and development equipments ആയിരുന്നു പറഞ്ഞിരുന്നത്. ഒരിക്കലും ഈ 12 lakhs കാർ എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്വിപ്മെന്റ് അല്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അണ്ടർ കാരോ, സോ കാരോ ആപ്ലിക്കബിൾ ആണ് ഇവർക്ക് എന്ന രീതിയിലാണ്. സോ പ്രത്യേകിച്ച് കമ്പനിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. കാരോ ആപ്ലിക്കബിൾ ആണ്. പാരാ 1 പ്രകാരം ആപ്ലിക്കബിൾ ആണെങ്കിൽ പാരാ 3 ഏത് ക്ലോസ് ആയിരിക്കും വരുന്നത്?
സോ ക്ലോസ് നോക്കാം, ക്ലോസ് ഏത് വരെ നോക്കാം, നമുക്ക് എപ്പോഴും ഉണ്ട് അത് ഉപയോഗപ്പെടും. 9th one യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. യൂട്ടിലൈസ് ഫണ്ട് പ്രൊക്വയർ ചെയ്ത പർപ്പസിനല്ല യൂട്ടിലൈസ് ചെയ്തത്. ദാറ്റ് മീൻസ് നമുക്ക് ഏത് കൊടുക്കാം, ക്ലോസ് 9, പാരാ 3 ക്ലോസ് 9. സോ അല്ലാന്നുണ്ടെങ്കിൽ ടു ദ എക്സ്റ്റെൻഡ് എത്രയാണ് യൂട്ടിലൈസ് ചെയ്യാത്തത്, എന്ത് പർപ്പസിനാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് എന്ന് കൂടെ ആ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ under CARO 2016 a statutory auditor how do you comment the following. So D Limited has obtained a term loan 300 lakhs. So D Limited, so private limited alla, that means endana CARO applicable aanu. CARO is applicable for all companies including foreign companies. Okay, so 300 lakhs from a bank to construction of a factory building. So 300 lakhs eduthu endana bank construction of building, factory building construction arno inde purpose. Since there was a delay in construction, the said funds were temporarily invested in short term funds. So they do temporarily invest ചെയ്തു. ഓക്കെ, സോ നമ്മുടെ എന്ത് പർപ്പസിന് വേണ്ടിയാണ് ലോൺ എടുത്തിരിക്കുന്നത്, ഫാക്ടറി ബിൽഡിങ്ങിന് വേണ്ടിയായിരുന്നു. സോ എന്ത് അട്രാക്ട് ചെയ്യും, പാരാ 3 ക്ലോസ് 9 പ്രകാരം അല്ലേ. സോ പ്രൊക്വയർ ചെയ്ത പർപ്പസിന് വേണ്ടി തന്നെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യണം. യൂട്ടിലൈസ് ചെയ്തില്ല എങ്കിൽ എന്തുവരും, കാരോയിൽ റിപ്പോർട്ടിൽ കയറി വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ CARO 2016. നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ടത് പാരാ 1 ആപ്ലിക്കബിലിറ്റി, അതിനകത്ത് പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ സെനാരിയോ. പാരാ 3 16 ക്ലോസസ്, അത് മെമ്മറൈസ് ചെയ്യാനായിട്ടുള്ള മെമ്മറി ട്രിക്സ് നോക്കാം. ദെൻ പാരാ 4 എന്തെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ റീസൺ കൂടെ, വൈ എന്തുകൊണ്ടാണ് ആ ഒരു ക്വാളിഫിക്കേഷൻ വന്നതെന്ന റീസൺ കൂടെ മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ CARO 2016. ഓക്കെ, താങ്ക് യു.